ആൾക്കാര് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. അടുത്ത നമ്മൾ ഹാഫിൽ സെക്ഷൻ ആണ്. സോ ഇവിടെ ആദരിക്കൽ ചടങ്ങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് ഹാഫിൽ ലിസ്റ്റ് വായിക്കുന്നുണ്ട്. സോ മുഹമ്മദ് ഫർഹാൻ, മുഹമ്മദ് നിദാൽ, ആസിയ റന, അബ്ദുൽ ഹനാൻ, സിയ ഫാത്തിമ, ഹാഫിസ് ആദിൽ ഫൈസി, മുഹമ്മദ് ഹാഫി, മുഹമ്മദ് അമീൻ, മുഹമ്മദ് സൈഹി, ഐഹം മഹ്മൂദ്, സൈനൽ ഇസാൻ, ഫാത്തിമുൽ സഹറ, അമീർ അബ്ദുള്ള, മുഹമ്മദ് റിഷാൻ വിവി, ഷാമിൽ എസ്, സുമയ്യ, നദ ഫാത്തിമ, റിഹാൻ റഹീം, എഹ്സാൻ ബിൻ ഫൈസൽ, ഫവാസ്, ഫർഹ ബിൻ ഫറൂഖ്. ഇവിടെ ആദരിക്കൽ ചടങ്ങ് ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സോ സ്റ്റേജിലുള്ളവര് പുറത്തേക്ക് വരാൻ. ഓക്കെ, അടുത്ത നമ്മൾ ഹാഫിൽ സെക്ഷൻ ആണ്. സോ ഇപ്പൊ എല്ലാവരും ക്ലിയർ ഔട്ട് ആവുക. ഹലോ, ഹാഫിലിന്റെ സ്റ്റുഡൻറ് ഉടൻ തന്നെ സ്റ്റേജിലരികിൽ എത്തുക. ഹാഫിലുകളൊക്കെ സ്റ്റേജിലേക്ക് വരിക. അതിനു മുമ്പായി നമ്മുടെ ഷെഫീൽ പത്തുക്കാലൻ, പ്രഗത്ഭ ബ്ലോഗറും നമ്മുടെ കുടുംബത്തിൻ്റെ താരവുമായ ഷെഫീൽ കണ്ണൂർ രണ്ട് വാക്ക്, അദ്ദേഹത്തിന് ഇപ്പോൾ ട്രെയിനിന് പോകേണ്ടതുകൊണ്ട് തന്നെ രണ്ട് വാക്ക് അഭിസംബോധന ചെയ്യുന്നതാണ്. ആഫില്യങ്ങളൊക്കെ സ്റ്റേജിലേക്ക് വരിക. അതിനു മുമ്പ് എല്ലാ ആഫില്യങ്ങളും സ്റ്റേജിലേക്ക് വരിക. അതിനു മുമ്പ് നമ്മുടെ ഷെഫീൽ കണ്ണൂർ രണ്ട് വാക്ക് നമ്മോട് അഭിസംബോധന ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ തറവാടായ പത്തുക്കാലം തറവാട്ടിൻ്റെ എല്ലാ മക്കൾക്കും, എല്ലാ കുടുംബത്തിനും, എല്ലാ ഉമ്മമാർക്കും, ഉപ്പമാർക്കും, കാരണവന്മാർക്കും എല്ലാവർക്കും വേണ്ടി അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. ഇന്നാ ഫതഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر يتم نعمته عليك ويهديك صراطا مستقيما ينصرك الله نصرا عزيزا والذي أنزل سكينة في قلوب المؤمنين ليزدادوا إيمانا بإيمانه جنود السماوات والأرض وكان الله عليما حكيما. അള്ളാഹു വിജയത്തിലെത്തിച്ചേരട്ടെ. മരിക്കുന്നവരെ നമ്മൾ എല്ലാവർക്കും സന്തോഷത്തോടെ വിജയത്തോടെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനും കുടുംബബന്ധം ചേരാനും അള്ളാഹു വിധി കൂട്ടിത്തരട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഈ കൂടുതൽ മൊബൈലുള്ളവർ മാത്രം ഒന്ന് കൈപൊക്കിയാട്ടെ. മൊബൈലുള്ളവരെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. മൊബൈലുള്ളവരൊന്ന് കൈപൊക്കിയേ. ആ മൊബൈൽ നമ്പർ സ്വന്തമായിട്ട് അറിയുന്ന ആൾക്കാരൊന്ന് കൈപൊക്കിയേ. എന്നാൽ വീട്ടിൽ 5 പേരുടെ മൊബൈൽ നമ്പർ അറിയുന്നവരൊന്ന് കൈപൊക്കിയേ. അതായത് നേരത്തെ ഇവിടെ ഇരുന്ന, നമുക്ക് മുന്നേ സഞ്ചരിച്ച ഒരുപാട് ആളുകളുണ്ടല്ലോ, നമ്മളിവിടെ ആദരിച്ച ആളുകൾ. അവരൊക്കെയും ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ വിരൽത്തുമ്പിലൂടെ വിസ്മയം സൃഷ്ടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ എല്ലാ സുഖത്തിലും നിൽക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നതിന് മുമ്പേ ജീവിച്ചു വന്നവരാണ്. എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ആദ്യം തന്നെ. എനിക്ക് എൻ്റെ പഴയ നമ്പർ, നാട്ടിലെ നമ്പർ 9447479047, ഉപ്പാടെ നമ്പർ 96055447 അമ്മാവൻ്റെ വീട്ടിലെ നമ്പർ 300 മറ്റൊരു അമ്മാവൻ്റെ നമ്പർ 308 പക്ഷെ ഇപ്പം എൻ്റെ ഭാര്യയുടെ നമ്പർ എനിക്കറിയില്ല. എൻ്റെ പെങ്ങളുടെ പുതിയ നമ്പർ എനിക്കറിയില്ല. 10 കൊല്ലം മുമ്പേ നമുക്കെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. ആൾക്കാർ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക എന്താണ്, മൊബൈൽ എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ നമ്പർ. ഇപ്പം അങ്ങനെയല്ല, എല്ലാ സൗകര്യങ്ങളും
പ്രിയപ്പെട്ട ആഫിലിംഗ് നമ്മുടെ ആഫിൽ മക്കൾ ആദരിക്കേണ്ട ആഫിൽ മക്കൾ സ്റ്റേജിലേക്ക് വരണം. സംസാരം തുടരുകയാണ്. നമ്മൾ സെയിം ടൈം ഷെഡ്യൂൾ ചെയ്യേണ്ടതാണ്. പേര് വിളിച്ച ആഫിലിങ്ങൾ, ഇനി അഥവാ പേര് വിളിക്കാൻ വിട്ടുപോയ ആഫിലിങ്ങളും സദസ്സിലുള്ള ആഫിലിങ്ങൾ നിങ്ങൾ സ്റ്റേജിലേക്ക് വരണം. ഭയപ്പെടുത്തി ആരെങ്കിലും പേര് വിട്ടുപോയാലും പ്രശ്നമില്ല മക്കളെ. നമ്മുടെ കുടുംബത്തിൽ ആഫിലിങ്ങളൊക്കെ സ്റ്റേജിലേക്ക് വരണം. ഇനി പേര് വിളിക്കേണ്ടതില്ല. എല്ലാ മക്കളെ ആഫിലുകളും സ്റ്റേജിലേക്ക് വരണം ദയവ് ചെയ്തിട്ട്. ഷെഫീൽ തുടരുക. സാധാരണ സംഗമത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ വിദേശത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടത്തുന്നുണ്ട്. ആദരിക്കുക നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനെയാണ്. കാരണം അവർക്കൊരു അവാർഡ് കൊടുക്കുക, അവരെടുക്കുന്ന ഒരു 5000 ഇങ്ങോട്ട് വാങ്ങിക്കുക. അതാണ് സാധാരണ പ്രോഗ്രാമുകളുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ നമ്മുടെ ശാഖകളിലെ മുതിർന്നവരെ ആദരിക്കുക, അവരോടുള്ള സ്നേഹം അറിയിക്കുക. അതിലപ്പുറം നമ്മുടെ കുടുംബത്തിലെ ഹാഫിളീങ്ങളെ ആദരിക്കുക, സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് ഒന്ന് കൈയടിച്ചോളി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് പുതിയ തലമുറയിൽ നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. എല്ലാ സൗകര്യമുണ്ട്, മുതൽ എല്ലാ സംവിധാനങ്ങളും വന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഓർമ്മകളൊക്കെ പോവാണ്. പണ്ട് കണ്ണൂരേക്ക് പോകുമ്പോൾ അഞ്ചരക്കണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ആ അഞ്ചരക്കണ്ടി 3 നേരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റ് തലശ്ശേരി റോഡിലേക്ക് പോയി BMB സ്കൂളിൻ്റെ അവർ മതിലിനോട് ചേർന്ന് വറകോട്ടേക്ക് പോയി 4ാമത്തെ വീട് അങ്ങനെയൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ ഗൂഗിളിലാണ് എല്ലാം. ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാതെ നമുക്ക് പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ പറഞ്ഞു വന്നത്, നേരത്തെ ഇവിടെ ആദരിച്ച ആളുകൾ ഇന്ന് നമ്മളെക്കാളും ഏറ്റവും ഉത്തമന്മാരാണ്. ആ കാലഘട്ടത്തിലൂടെ ഒരു സൗകര്യങ്ങളും ഇല്ലാതെ അവർ വന്നു. ഇന്ന് ഫൈസൽ കാക്കും ടീമിനും ഈ ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പുതിയ മേഖലയിലെ അല്ലെങ്കിൽ നവയുഗത്തിലെ പുതിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതിൽ വിജയിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു തറവാടിനെ ഇതുപോലെ ഒരുമിപ്പിച്ച് കൂട്ടാൻ മുന്നേ നടന്നു പോയവർ, അവരെ ആദരിക്കുന്ന ഒരു വേദി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകേണ്ട 2 ദിവസം നാട്ടിൽ വന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പത്തുക്കാലൻ നേരത്തെ എന്നെ വിളിച്ചപ്പോൾ എന്തൊക്കെയോ വ്ളോഗർ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ പത്തുക്കാലൻ പുതിയപുരയിൽ അവരുടെ ആ ഒരു മേഖലയിലൂടെ വരുന്നതാണ്. ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ, സാധാരണ നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ കുറേയേറെ ഷെയർ പോവും. എന്നാൽ അതിലേക്കാൾ 1400ഓളം ഷെയർ മാത്രം ഈ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ പത്തുകാലന്മാരുണ്ട്. ഇനിയും ഇവിടെ എത്തിപ്പെടാൻ പറ്റാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഇവിടെ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള ഒരു മഹത്തായ ഒരു കൂട്ടായ്മ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിൻ്റെ സംഘാടകർ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സമയത്ത് ഇവിടത്തേക്ക് എത്തിച്ചേർന്ന് ഈ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇനി കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ആണ് ഇന്നൊരു കൂട്ടായ്മ ഇതുപോലെ ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു 5 or 6 വർഷം വരെ കാത്തിരിക്കാതെ വർഷത്തിലോ 2 വർഷം കൂടുമ്പോൾ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കഴിയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർമ്മകൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബ ബന്ധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇന്നയാളുടെ മക്കൾ അല്ലെങ്കിൽ ഇന്നയാളുടെ കുടുംബം, നമ്മുടെ ഉപ്പുപ്പ, ഇളയപ്പ, അങ്ങനെ പറഞ്ഞ ആ ഒരു തറവാടിൻ്റെ പേര് പറഞ്ഞ ആ ഒരു ബന്ധം നിലനിർത്താൻ നമ്മുടെ വരും തലമുറക്കാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഹാഫിലീങ്ങൾ അവർക്കും എല്ലാവിധ ഭാവങ്ങളും. കാരണം നാളെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് സിറാത്ത് പാലം കടക്കുന്ന ആ ഒരു ഹാഫിലീങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും ആളുകൾ ഉണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് ഇതിനേക്കാളും കൂടുതൽ ആളുകൾ വരേണ്ടതാണ്. ഏതിരുന്നാലും എല്ലാവിധ ആശംസകളും ഈ ഒരു പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ക്ഷണിച്ച പ്രിയപ്പെട്ട സംഘാടകർക്ക് 1000 നന്ദി. അസ്സലാമു അലൈക്കും. ഹലോ, Amir on the stage. പത്തുക്കാലം കുടുംബത്തിലെ ഹാഫിൽ കുട്ടികൾ എല്ലാവരും സ്റ്റേജിൽ എത്തേണ്ടതാണ്. മറ്റുള്ളവരെല്ലാം ഒന്ന് മാറി നിന്നാൽ നന്നായിട്ടുണ്ടാവും. എന്നാൽ സ്റ്റേജിലുള്ള എല്ലാ ആൾക്കാരെയും കാണാൻ ഒരുപാട് ആഫിൽ നിങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്കറിയാം. 42 കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി കുട്ടികളൊക്കെ ഇവിടെ ഓക്കെ. നിലവിൽ കയറിയ ആൾക്കാർ, കാരണം സമയം ഷെഡ്യൂൾ തെറ്റിപ്പോവാണ്, അതുകൊണ്ടാണ് കാര്യപരിപാടിയിലേക്ക് കിടക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ ആഫിൽ വരുന്നുണ്ട്, ഇനി വരുന്നു. മാഷാ അല്ലാഹ്, എല്ലാവരും കയറുക. ഈ സെഷൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആഫിലും നമ്മുടെ പാത്തിന്റെ ജോയിന്റ് കൺവീനറുമായ അമീറാണ്. അമീർ 2 വാക്ക് സംസാരിക്കാനും ഈ കുട്ടികളെ ക്ഷണിക്കുവാനും ക്ഷണിക്കുന്നു. ആഫിൽ അമീർ. ഹലോ,
പാത്തിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. സോ ഇതിൽ സ്വാഗതം PK സിയാദ്, അധ്യക്ഷൻ MK അബ്ദുൽ ഖാദർ മാസ്റ്റർ, ആശംസകൾ ഹയാഷ് അഫ്സൽ PPV, സിറാജ് TP, ഷെഫീൽ കണ്ണൂർ. സർട്ടിഫിക്കറ്റ് വിതരണം, ഉദ്ഘാടനം സിദ്ദീഖ് പാളയം. നന്ദി സെഹൽ ചാത്തോത്ത്. സോ ഇവരൊക്കെ ഇവിടെ സ്റ്റേജിൽ എത്തേണ്ടതാണ്. പാത്ത് കോർ ടീമിലുള്ള മുഴുവൻ അംഗങ്ങളും ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാത്ത് കോർ ടീമിലുള്ള മുഴുവൻ അംഗങ്ങളും സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറെ സ്നേഹം നിറഞ്ഞ പത്തുകാലൻ കുടുംബാംഗങ്ങളെ, വളരെ അഭിമാനവും വളരെയധികം സന്തോഷവുമുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. നമ്മുടെ കുടുംബത്തിനകത്ത് ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യന് കരസ്ഥമാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉയർന്ന തസ്തിക ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അതിനുത്തരം പറയാം. അത് പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മനനം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സമയം ചെലവഴിക്കാനും പറ്റിയ ബാല്യവും കൗമാരവുമാണ് എന്നതിലൊരു സംശയമില്ല. ഈ വേദിയിലിരിക്കുന്ന ഹാഫിളുമാരുടെ മാതാപിതാക്കൾ ഈ സദസ്സിൽ നിർബന്ധമായിട്ടുണ്ടാവും. ആ മാതാപിതാക്കൾ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം ഒന്ന് ആ മാതാപിതാക്കളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ആ മാതാപിതാക്കൾ ഇപ്പം അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ഏറ്റവും ഒരു എക്സ്ട്രീം ലെവൽ നിങ്ങൾക്ക് ആ മുഖത്ത് കാണാൻ പറ്റും. കാരണം ആ ഉമ്മക്കറിയാം, ആ ബാപ്പാക്കറിയാം, എൻ്റെ മകന് ഭൗതിക ജീവിതത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം അൽഹംദുലില്ലാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന ആത്മസംതൃപ്തിയായിരിക്കും. രണ്ടാമത്തെ കാര്യം, പുതിയ കാലഘട്ടത്തിൽ മക്കളെ കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മക്കൾ കാരണം സന്തോഷം കൊണ്ട് കണ്ണുനീര് വരാൻ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഉമ്മാക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുതിയ കാലത്ത് ഉമ്മമാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്, സുവർണാവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ പരിശുദ്ധ ഖുർആൻ 30 ജുസും മനനം ചെയ്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൗമാര സമയത്ത് 12, 13, 14 വയസ്സുള്ള സമയത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കളിച്ചു നടക്കേണ്ട സമയം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കേണ്ട സമയം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ വീട്ടിൽ വളരേണ്ട സമയം, ഇതെല്ലാം സഹിച്ച് ത്യജിച്ച് സമയം സമർപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം ഇവിടെയല്ല, അത് ആഖിറത്തിലാണ്. ഇവിടെ നമ്മൾ അവരെ ബഹുമാനിക്കുകയാണ്. നിങ്ങളുടെ ത്യാഗത്തെ ബഹുമാനിക്കുന്നു, നിങ്ങളുടെ സമർപ്പണത്തെ ബഹുമാനിക്കുന്നു, നിങ്ങളുടെ ക്ഷമയെ ബഹുമാനിക്കുന്നു. ഇന്ന് ഈ 10,000 അല്ലെങ്കിൽ 5,000-ലും 6,000-ലും ഒക്കെ ഉള്ള ഈ വലിയ സംഘം, ആ സംഘത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് 10, 15, 20 ഹാഫിളുകളെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനിയെ പറയാൻ പോകുന്ന വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം. ഇന്നത്തെ ഈ സുദിനത്തിൽ പത്തുകാലൻ സംഗമം മുഴപ്പിലങ്ങാട് ബീച്ചിൽ നടക്കുമ്പം ഇന്നലെ അസറിന് ശേഷം ഗസയിൽ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകൾക്കിടയിൽ 2 വർഷത്തിലധികമായി ഇസ്രായേലിൻ്റെ മിസൈലുകൾ വന്ന് എല്ലാ വീടുകളും ഹോസ്പിറ്റലുകളും സ്കൂളുകളും തകർന്നതിൻ്റെ ഇടയിൽ 500 ഹാഫിളുകളെയാണ് ഇന്നലെ ബഹുമാനിച്ചത്, ആദരിച്ചത്. ഈ പറയുന്ന എല്ലാ അർത്ഥത്തിലും നമ്മൾ ഗസയിലെ വീഡിയോ കണ്ടിട്ട് നമ്മളിങ്ങനെ ബേജാറായിട്ടുള്ളത്, ഗസയിലെ ചിത്രങ്ങൾ കണ്ടിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗസയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടം നമ്മൾ തീർക്കാൻ ഈ സമയത്ത് ആ കുഞ്ഞുങ്ങൾ ചെയ്തത്, ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മയ്യത്തുകൾ പരതിപ്പോകാതെ, ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഷഹാദത്തിൻ്റെ വാർത്ത കേൾക്കാൻ പോലും കൂട്ടു നിൽക്കാതെ, എൻ്റെ വയറ്റിൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താതെ അവർ പോയത് ഖുർആൻ പഠിക്കാനാണ്. ഇന്നലെ അസറിന് ശേഷം 500 ഹാഫിളുകളെയാണ് ആ പറയുന്ന ഗസയിലെ ഒരു ഗ്രാമത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത്. ഫോണ് വീണ് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും വേദിയിലെ ആൾക്കാരെ തെളിവ് സഹിതം വരികയാണെങ്കിൽ കൊടുക്കുക. മൊബൈൽ ഫോൺ. അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, പുതിയ കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന വാക്കുകൾ എന്നോടും ഇവിടെ ഇരിക്കുന്ന മഹാസാഗരം ജനങ്ങളെയും സാക്ഷി നിർത്തി, അറബിക്കടലിനെ സാക്ഷി നിർത്തി എൻ്റെ വാക്കുകൾ നിങ്ങൾ ഹൃദയത്തിലേക്ക് കോറിയിട്ട് വെക്കണമേ എന്ന് വിനയത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഇനി അങ്ങോട്ട്
ഗസയിലെ സമൂഹം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജയിക്കുന്നത് എന്ന് നമുക്ക് സംശയമുണ്ടല്ലോ. ഇത്രയും വലിയ ലോകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിൻ്റെ വെപ്പൺസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അധികാരത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൂപ്പർ ഹീറോസും കൂടിയിട്ട് 20 കിലോമീറ്റർ നീളവും 40 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഗ്രാമം, കണ്ണൂർ ജില്ലയിനേക്കാൾ ചെറിയൊരു പ്രദേശമായ ഗസയെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചിട്ട് പോലും അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത്, നശിച്ചു കളയാൻ സാധിക്കാത്തതിൻ്റെ ഒരേയൊരു കാരണം ഖുറാനാണ്, ഖുറാനാണ്, ഖുറാനാണ്. അതുകൊണ്ട് ഇവിടെയുള്ള സദസ്സിനോടും എന്നോടടക്കം ഞാൻ പറയുന്നു, ഇനി അങ്ങോട്ട് ആരുടെയെങ്കിലും ജീവിതത്തിലെ പ്രതിസന്ധി, മക്കളെ കുറിച്ചിട്ടുള്ള ബേജാറ്, നാളെ എൻ്റെ മകനെ കുറിച്ചിട്ടുള്ള വാർത്ത, എൻ്റെ മകളെ കുറിച്ചിട്ടുള്ള വാർത്ത, എൻ്റെ പുതിയ കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെ ഇന്ത്യ രാജ്യത്ത് എനിക്ക് മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ, ഈ പുതിയ കാലഘട്ടത്തിലെ ലിബറൽ കൾച്ചറുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മകളും മകനും ഇസ്സത്തോടുകൂടി ക്യാമ്പസുകളിൽ പഠിക്കണമെങ്കിൽ എഴുതി വെക്കുക, എൻ്റെ മക്കൾക്ക്, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിലുണ്ടാവണം. പരിശുദ്ധ ഖുർആൻ ഉണ്ടോ? ഗസയിലെ സമൂഹം എങ്ങനെയാണോ അതിജീവിക്കുന്നത്, അത് ലൈവായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സാമ്പിളാണ്. സഹാബാക്കളുടെ കാലഘട്ടത്തിലേക്ക് പോകണ്ട, താബിഈകളുടെ കാലഘട്ടത്തിലേക്ക് പോകണ്ട, അള്ളാഹു ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ പഠിപ്പിക്കാൻ. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ എന്നും സന്തോഷം, ആ സമൂഹത്തിൽ എന്നും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഇവിടെ കേവലം കുടുംബാംഗങ്ങളുടെ മുന്നിൽ നമ്മൾ പത്തുകാലം സംഗമത്തിൻ്റെ കമ്മിറ്റി തീരുമാനിച്ച ഏതെങ്കിലും അവാർഡുകളായിരിക്കും ഇവിടെ ഒരു പക്ഷേ വിതരണം ചെയ്യാൻ പോകുന്നത്. ഇവരുടെ ഈ വിതരണ ചടങ്ങ് ഇവിടെ ചിലപ്പോൾ ക്യാമറാമാന് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇടുമായിരിക്കും. ആ ഗ്രൂപ്പിൽ വരുന്ന കണ്ടിട്ട് നമ്മളത് സ്റ്റാറ്റസ് വെക്കുമായിരിക്കും. പക്ഷേ ഇവിടെയുള്ള ഹാഫിളുകളോടും എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, ഈ ആദരവ് പരലോകത്ത് ഇവർക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ 100ൽ അരപോലും ആകില്ല എന്നാണ്. പരലോകത്ത് ഇതിനേക്കാൾ മഹാസാഗരത്തിന്റെ മുന്നിൽ ഹാഫിളുകളെ വിളിക്കും അള്ളാഹു. ഹാഫിളുകളെ വിളിച്ചിട്ട് അവർക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം കൊടുക്കും. ഈ ഇരിക്കുന്ന ആളുകളോട് ഞാനിവിടെ നിന്നിട്ട് പറയുന്നത് പോലെ പടച്ചോൻ പറയും എന്നോടടക്കം, ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുന്യ, നിങ്ങൾ എങ്ങനെയാണോ ഭൂമിയിൽ വെച്ചിട്ട് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഓതിയില്ലേ, ആ ഓതിയതുപോലെ നിങ്ങൾ ഓത് എന്ന് അള്ളാഹു സ്വർഗത്തിൽ വെച്ചിട്ട് പറയും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന അഹ്സനും, ഇവിടെ ഇരിക്കുന്ന മുഹമ്മദും, ഇവിടെ ഇരിക്കുന്ന ഹാഫിളുകളായ ഓരോ ആളുകളും സൂറ ഫാത്തിഹ മുതൽ സൂറ ബഖറ മുതൽ ഇങ്ങനെ ഓതാൻ തുടങ്ങും. ഓതാൻ തുടങ്ങുന്ന സമയത്ത് അള്ളാഹു പറയുന്നു, ഇഖ്റ വർത്തഖി കമാ കുൻത തുറത്തിലു ഫിദ്ദുന്യ വമൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നിങ്ങൾ എവിടെയാണ് ഓതി അവസാനിക്കുന്നത് അവിടെയായിരിക്കും നിങ്ങളുടെ ദറജ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് മാത്രമല്ല അതിൻ്റെ ദറജ ഇങ്ങനെ കൂടി പോവാൻ. ആരാണോ അവസാനം വരെ ഓതുന്നത് അവരേറ്റവും ഉയർന്ന ദറജയിലായിരിക്കും. എന്നാൽ ഇവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? സ്വർണത്തെക്കാൾ തിളങ്ങുന്ന കിരീടം അണിയിച്ചുകൊണ്ട് ലോകത്തിലെ ആരെയും ആദരിക്കാത്ത രൂപത്തിൽ അള്ളാഹു ആദരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനമാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ ഈ ഹാഫിളുകളെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി സഹകരിക്കുന്ന കുടുംബാംഗങ്ങൾ, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകന്മാർ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല സംവിധാനങ്ങളുണ്ട്. എല്ലാത്തിനെയും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹാഫിളമാരെ ആദരിക്കാൻ പോവുകയാണ്. മുഹമ്മദ് ഫർഹാൻ കോടിക്കണ്ടി. മുഹമ്മദ് ഫർഹാൻ കോടിക്കണ്ടി. മുഹമ്മദ് ഫർഹാൻ കോടിക്കണ്ടി. അത് ആദരിക്കാൻ വേണ്ടിയിട്ട് അബ്ദുള്ള ഹാജിനെയും ഫൈസൽ ഖാനെയും കൂടി ക്ഷണിക്കുന്നു. മുഹമ്മദ് ഫർഹാൻ കോടിക്കണ്ടി. ഞാൻ മുന്നിൽ സൈനുൽ ഇഷാൻ പായന്റെ വളപ്പ്.
സൈനുൽ ഇഷാൻ പായൻ്റെ വളപ്പ്. സൈനുൽ ഇഷാൻ പായൻ്റെ വളപ്പ്. അടുത്തതായി മുഹമ്മദ് നിദാൽ തെക്കേൽ. മുഹമ്മദ് നിദാൽ തെക്കേൽ. മുഹമ്മദ് നിദാൽ തെക്കേൽ. അടുത്ത മുഹമ്മദ് അമീൻ പായൻ്റെ വളപ്പ്. മുഹമ്മദ് അമീൻ പായൻ്റെ വളപ്പ്. മുഹമ്മദ് അമീൻ പായൻ്റെ വളപ്പ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫഹദ് ഖാനെ ക്ഷണിക്കുന്നു. ഐഹാം മഹ്മൂദ് പായൻ്റെ വളപ്പ്. ഐഹാം മഹ്മൂദ് പായൻ്റെ വളപ്പ്. ഫാത്തിമത്ത് സഹ്റ കോടിക്കണ്ടി. ഫാത്തിമത്ത് സഹ്റ കോടിക്കണ്ടി. ഫാത്തിമത്ത് സഹ്റ കോടിക്കണ്ടി. അടുത്തതായി മുഹമ്മദ് റിഷാൻ വളയിൽ പത്തുക്കാലൻ. മുഹമ്മദ് റിഷാൻ വളയിൽ പത്തുക്കാലൻ. ഹാഫിസത്ത് സുമയ്യ സക്കേൽ. ഹാഫിസത്ത് സുമയ്യ സക്കേൽ. ഫർഹ ബിൻത് ഫറൂഖ്. ഫർഹ ബിൻത് ഫറൂഖ് പുള്ളൻഡാട. ഫർഹ ബിൻത് ഫറൂഖ് പുള്ളൻഡാട. റിഹാൻ റഹീം വയൽ പത്തുക്കാലൻ. റിഹാൻ റഹീം വയൽ പത്തുക്കാലൻ. അഹ്സൻ ബിൻ ഫൈസൽ കണ്ടത്തിൽ. അഹ്സൻ ബിൻ ഫൈസൽ കണ്ടത്തിൽ. ഫർഹ ബിൻത് ഫറൂഖ് പുള്ളൻഡാട. റിഹാൻ റഹീം വയൽ പത്തുക്കാലൻ. അഹ്സൻ ബിൻ ഫൈസൽ കണ്ടത്തിൽ. നമ്മുടെ പ്രിയപ്പെട്ട കൺവീനർ ഫൈസൽ സാഹിബിന്റെ മകനാണ് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നത്. മുഹമ്മദ് സൽമാൻ. സൽമാൻ കോടിക്കണ്ടി. സൽമാൻ കോടിക്കണ്ടി. മുഹമ്മദ് ബിലാൽ കോടിക്കണ്ടി. മുഹമ്മദ് ബിലാൽ കോടിക്കണ്ടി.
ഹഫീൽ. ഹഫീൽ. ഹാഫിൽ ഹഫീൽ. ആദരവ് കൊടുക്കുന്നത് അബ്ദുൽ ഹക്ക്. അടുത്തതായി നമ്മൾ പത്തുക്കാലം കുടുംബത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ സന്തോഷിക്കാൻ പറ്റിയ ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് നമ്മളെ പത്തുക്കാലം പുതിയ പുരയിലുള്ള ഒരു മനോഹരമായ കുട്ടി മുഹമ്മദ് ഹാനി. അവൻ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ വന്നതാണ്. യങ്ങസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടൈറ്റിലാണ് അവനക്കുള്ളത്. അവൻ ഈ ചെറിയ പ്രായത്തിലാണ് ഇത് കരസ്ഥമാക്കിയത്. അതിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വേദിനൊക്കെ അവനെ വിളിച്ചത്. എല്ലാവരും LED ശ്രദ്ധിച്ചാൽ കാണും, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലാണ് വന്നത്. നമ്മളെ കുടുംബത്തിലെ യങ്ങസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പത്തുക്കാലൻ പുതിയ പുരയിൽ മുഹമ്മദ് ഹാനി. അവനെ ആദരിക്കാൻ വേണ്ടി ഫൈസൽ ഖാനെ ക്ഷണിക്കുന്നു. ഹാഫിൽ ആദിലിനെ ആദരിക്കാൻ വേണ്ടി ഫൈസൽ ഖാനെ ക്ഷണിക്കുന്നു. പാത്തിലെ എല്ലാ കോർ മെമ്പേഴ്സും സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. അടുത്ത പാത്തിൻ്റെ സെഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക.